ഹലോ ഡിയേഴ്സ്, 23 ഇൻറ്റു 11 ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? സാധാ പോലെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? പക്ഷേ അത് 2 സെക്കൻഡ് കൊണ്ട് എളുപ്പമായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്ക് നോക്കാം അല്ലേ. യെസ്, 23 ഇൻറ്റു 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഈ 2നെയും 3നെയും നമ്മളിവിടെ എഴുതുന്നു. ഇതിൻ്റെ സെൻറ്ററിലുള്ള നമ്പർ ഏതാണെന്നറിയോ? 2 + 3, അതായത് 5 എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി. ഇനി അതുപോലെ അടുത്തൊരു സംഖ്യ നമുക്ക് നോക്കാം, 42 ഇൻറ്റു 11 ചെയ്താൽ 4ന് ഇവിടെ എഴുതാം, 2ന് ഇവിടെ എഴുതാം. 4 + 2 എത്രയാണ്? 6 ആണ് അല്ലേ. അപ്പോൾ ദാ 462 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, യെസ് 10ന് മേലെയാണ് ഈ ഒരു നമ്പർ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലേ? അതായത് 76നെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 7 ഇവിടെ എഴുതും, 6 ഇവിടെ എഴുതും. 7 + 6 എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ് അല്ലേ. അപ്പോൾ ഈ 1നെ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങോട്ടേക്ക് ക്യാരി ഓവർ ചെയ്യും. അപ്പോൾ ഈ 7 + 1 എന്ന് പറയുന്നത് 8ഉം ഇവിടെ 3ഉം ഇവിടെ 6ഉം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷേ ഒരു ഷോർട്ട് ട്രിക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈം സേവ് ചെയ്യാൻ പറ്റി അല്ലേ? അപ്പോൾ ഈ ഒരു ട്രിക്ക് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അപ്പോൾ മക്കളെ ഇങ്ങനെ കൂടുതൽ ട്രിക്സ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ സൈലത്തിൻ്റെ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലിമിറ്റഡ് സ്ലോട്ട്സ് മാത്രമുള്ള ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കുറേ ട്രിക്സും ടിപ്സും ഒക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ യെസ്, ബൈ.